സദൃശവാക്യങ്ങൾ 21:16 മുതൽ 31 വരെ. വിവേകമാർഗം വിട്ടുനടക്കുന്നവൻ മൃത്യന്മാരുടെ കൂട്ടത്തിൽ വിശ്രമിക്കും. ഉല്ലാസപ്രിയൻ ദരിദ്രനായിത്തീരും. വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകയില്ല. ദുഷ്ടൻ നീതിമാന് മറുവിലയാകും. ദ്രോഹി നേരുള്ളവർക്ക് പകരമായി തീരും. ഷണ്ടയും ദുശ്ശീലവുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നത് നല്ലത്. ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവുമുണ്ട്. മൂഢനോ അവയെ ദുർവ്യായം ചെയ്തു കളയുന്നു. നീതിയും ദയവും പിന്തുടരുന്നവൻ ജീവനും നീതിയും മാനവും കണ്ടെത്തും. ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിൻ്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ച് കളയുകയും ചെയ്യുന്നു. വായുവും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. നിഗളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്നു പേർ. അവൻ ഗർവത്തിൻ്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു. മടിയന്റെ കൊതി അവന് മരണഹേതു. വേല ചെയ്യുവാൻ അവൻ്റെ കൈകൾ മടിക്കുന്നുവല്ലോ. ചിലർ നിത്യം അത്യാഗ്രഹത്തോടെ ഇരിക്കുന്നു. നീതിമാനോ ലോപിക്കാതെ കൊടുത്തും കൊണ്ടും ഇരിക്കുന്നു. ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു. അവൻ ദുരാന്തരത്തോടെ അത് അർപ്പിച്ചാൽ എത്ര അധികം. കള്ളസാക്ഷി നശിച്ചുപോകും. ശ്രദ്ധിച്ച് കേൾക്കുന്നവനോ എപ്പോഴും സംസാരിക്കും. ദുഷ്ടൻ മുഖധാർഷ്ട്യം കാണിക്കുന്നു. നേരുള്ളവനോ തൻ്റെ വഴി നന്നാക്കുന്നു. യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല, ബുദ്ധിയുമില്ല, ആലോചനയുമില്ല. കുതിരയെ യുദ്ധദിവസത്തേക്ക് ചമയ്ക്കുന്നു. ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു.